ഹലോ എവ്രിവൺ, എൻ്റെ പേര് ഡോക്ടർ ആര്യ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡേറ്റിംഗ് സ്കാനിനെ പറ്റിയിട്ടാണ്. ഒരു പ്രഗ്നൻസിയുടെ കാലയളവ് ഡിറ്റക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് തീരുമാനിക്കുന്നത് നമ്മളുടെ അവസാനത്തെ മെൻസ്ട്രൽ പീരീഡിന്റെ ആദ്യത്തെ ദിവസത്തിൽ നിന്നാണ്. അതായത് അവസാനത്തെ ആർത്തവചക്രത്തിന്റെ ആദ്യത്തെ ദിവസത്തിൽ നിന്ന്. ആ ഒരു ദിവസം മുതൽ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 7ാമത്തെ ആഴ്ചയിലാണ് ഡേറ്റിംഗ് സ്കാൻ ചെയ്യാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അത് എന്തിനാണ് നമ്മൾ ഡേറ്റിംഗ് സ്കാൻ അഡ്വൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പ്രഗ്നൻസി, നമ്മൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റിലൂടെ ലേഡി പ്രഗ്നന്റ് ആണ് എന്ന് മാത്രമാണ് മനസ്സിലാവുന്നത്. ആ പ്രഗ്നൻസി യൂട്രസിന്റെ ഏത് ഭാഗത്താണ് ഉള്ളത് എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിപ്പോ നമ്മുടെ യൂട്രസ് ആണെന്ന് വിചാരിക്കുക. ഇതാണ് യൂട്രസിന്റെ ഉള്ളിലുള്ള ക്യാവിറ്റി എന്ന് പറയുന്നത്. യൂട്രസ് എന്ന് പറയുന്നത് നമ്മുടെ ഗർഭാശയമാണ്. ഇത് ഗർഭാശയത്തിലേക്ക് തുറന്നിരിക്കുന്ന 2 ട്യൂബുകളുണ്ട്. ആ ട്യൂബുകൾ വഴിയാണ് അണ്ടദാനിയിൽ നിന്നും അണ്ടം യൂട്രസിന്റെ ഉള്ളിലേക്ക് എത്തുന്നത്. അപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മളുടെ പ്രഗ്നൻസി, അതായത് നമ്മളുടെ ആ ഒരു ഫീറ്റസ് ഈ ഗർഭാശയത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നതിന് പകരമായിട്ട് ട്യൂബിൽ ഇംപ്ലാന്റേഷൻ ഉണ്ടാവാനോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നിലകൊള്ളുവാനോ ഉള്ള ഒരു സാധ്യതയുണ്ട്. അതിനെയാണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് വിളിക്കുന്നത്. അത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അത് നമ്മൾ പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് റപ്ചർ ആവുകയും, അതായത് അത് ട്യൂബ് പൊട്ടുകയും ഒരുപാട് ബ്ലഡ് ലോസ് ആവുകയും അമ്മയാകുന്ന ആ കുട്ടിക്ക് സഡൻ ആയിട്ട് കൊളാപ്സ് ആവുക, സഡൻ ആയിട്ട് BP ഫോൾ ആയിട്ട് വീഴുകയും അവരുടെ ജീവന് തന്നെയും അപകടം സംഭവിക്കാം. ഇങ്ങനെയുള്ള പ്രഗ്നൻസിയെ ഡിറ്റക്ട് ചെയ്യുന്നതിന് ഡേറ്റിംഗ് സ്കാൻ ഉപകാരപ്രദമാണ്. അതുകൂടാതെ നമ്മൾ ആ ഉള്ളിൽ കൺസീവ് ആയിരിക്കുന്ന ബേബിക്ക് ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടോ, അതിന്റെ ഗ്രോത്ത് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളുമായി കമ്പയർ ചെയ്യുമ്പോൾ അപ്രോപ്രിയേറ്റ് ആണോ, അപ്രോപ്രിയേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസവത്തിന്റെ സമയം തീരുമാനിക്കുന്നതും ഈ ഒരു സ്കാൻ മുഖേന ആയിരിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എത്ര പ്രഗ്നൻസികളാണ് ആ ഗർഭാശയത്തിലുള്ളത് എന്ന് കണ്ടുപിടിക്കാനായിട്ടും അത് എന്ത് ടൈപ്പിലുള്ള ഒരു പ്രഗ്നൻസിയാണ്. അതായത് ട്വിൻസ് ആണെന്ന് വിചാരിക്കുന്നത്, ഇരട്ട കുട്ടികളാണെങ്കിൽ അവർ ഷെയർ ചെയ്യുന്നത് കോമൺ ആയിട്ടുള്ള ഒരു പ്ലസന്റ് ആണോ അവർ ഭാവിയിൽ ഷെയർ ചെയ്യുന്നത്, ആ പ്രഗ്നൻസിക്ക് എന്തുമാത്രം കോംപ്ലിക്കേഷൻ ഉണ്ട് എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഈ ഡേറ്റിംഗ് സ്കാൻ ഹെൽപ്ഫുൾ ആയിട്ട് വരാറുണ്ട്. റിയലി ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.